ഹായ് ഗായ്സ്, വെൽക്കം ടു ദ ബെറി ബ്ലഷ്. അപ്പോൾ ഇന്ന് വളരെ സ്പെഷ്യലായിട്ടുള്ളൊരു വീഡിയോ ആണ്. ഇന്ന് നമുക്ക് പ്ലസ് വണ്ണിൻ്റെ റിസൾട്ട് വന്നിരിക്കുകയാണ്. സോ നമുക്ക് റിസൾട്ട് നോക്കാം. ഈ വീഡിയോയിൽ എനിക്ക് എത്ര പെർസെൻറ്റേജ് ഉണ്ട്, ഡബിൾ പാസ് ഉണ്ടോ എന്തൊക്കെ നമുക്ക് പറയാം. ഞാൻ പറയുന്നതും ആക്ഷനും തമ്മിൽ യാതൊരു ബന്ധവും ഉണ്ടാവില്ല. കാരണം എന്ന് വെച്ചാൽ ഞാനിത് റെക്കോർഡ് ചെയ്യുകയാണ്, വോയിസ് റെക്കോർഡ് ചെയ്തതുകൊണ്ടാണ്. പിന്നെ ഞാൻ പ്ലസ് വണ്ണിൽ കമ്പ്യൂട്ടർ കൊമേഴ്സാണ് പഠിക്കുന്നത്. 115 ദിവസമായി നമ്മൾ എക്സാം എഴുതി കഴിഞ്ഞിട്ട്. ഇനിയിപ്പോൾ റിസൾട്ടാണ്. ഇന്ന് ഞാൻ റിസൾട്ട് വരുമെന്ന് ഞാൻ എക്സ്പെക്റ്റ് ചെയ്തില്ല. 15-ാം തീയതി വരും എന്ന് പറഞ്ഞേരം മാറ്റി വെച്ചാൽ ഞാൻ വിചാരിച്ചു 2 ദിവസം കൊണ്ട് എന്ത് ചെയ്യാനാന്ന്. പക്ഷേ എന്നെ വല്ലാട്ടൊന്ന് ഞെട്ടിച്ചു. പേടി ഉണ്ടോയെന്ന് വെച്ചാൽ ആ ഒരു 10ാം ക്ലാസ്സിലുള്ള ഒരു പേടി എനിക്കിതുവരെ വന്നിട്ടില്ല. അപ്പോൾ ഞാൻ എൻ്റെ ലാപ്പിൽ HSCAP ലൈവ് എടുത്തിട്ടുണ്ട്. ഇന്ന് എന്താണെന്ന് അറിയില്ല, എൻ്റെ ലാപ്പിന് ഭയങ്കര സ്പീഡാണ്. സാധാരണ ഇത് ഭയങ്കര ഹാങ്ങാണ്, തീരെ സ്പീഡും ഉണ്ടാവില്ല. ഇനി മേ ബി എനിക്ക് ഫീൽ ചെയ്യുന്നതായിരിക്കും. ഇത് പെട്ടെന്ന് പോരുതെന്ന് ഞാൻ ആഗ്രഹിക്കുന്നുണ്ട്, അതുകൊണ്ടാണ്. സോ ഫസ്റ്റ് നമുക്ക് ലിങ്ക് എടുക്കാം. നേരത്തെ പറഞ്ഞതിൽ ഞാൻ ഒരു കാര്യം മറന്നുപോയി. എനിക്ക് എക്സാം എങ്ങനെ ഉണ്ടായിരുന്നു എന്നും കൂടി ഞാൻ ഇതിൽ പറയുന്നതാണ്. പറഞ്ഞില്ലെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാകും, കാരണം ഞാനിവിടെ റിസൾട്ടാണല്ലോ കാണിക്കുന്നത്. എല്ലാവർക്കും അറിയുന്നത് പോലെ നമുക്ക് രജിസ്റ്റർ നമ്പറും നമ്മുടെ ഡേറ്റ് ഓഫ് ബർത്തും അടിച്ചു കൊടുക്കാം. ഇതിൻ്റെ കൂട്ടത്തിൽ എനിക്ക് സെക്യൂരിറ്റി കോഡ് അടിക്കാൻ വന്നിട്ടുണ്ട്. നിങ്ങൾക്കൊക്കെ അങ്ങനെ വന്നിട്ടുണ്ടോ എനിക്കറിയില്ല, അതുകൊണ്ടാണ് ഞാൻ ചോദിച്ചത്. സോ ഇനി നമുക്ക് ആസ് യൂഷ്വൽ നമുക്ക് ചെക്ക് റിസൾട്ട് അടിക്കാം. നിങ്ങൾ വിചാരിക്കേണ്ട ഞാൻ ഭയങ്കര കൂളാണ്, അതുകൊണ്ടാണ് ഞാൻ ഇത്ര നല്ല രീതിയിൽ റിസൾട്ടിനെ കുറിച്ച് പറയുന്നതെന്ന്. ഞാൻ ഓൾറെഡി എൻ്റെ റിസൾട്ട് കണ്ടതാണ്. ഞാൻ സ്കൂളിലായിരുന്നു. സോ അവിടുന്ന് വെച്ച ടെൻഷനൊന്നും ഇപ്പോൾ എനിക്ക് ഇവിടുന്ന് കാണിക്കാൻ കഴിയില്ല. കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ക്ലാസ്സിലുള്ള മുഴുവൻ കുട്ടികളും ഉണ്ട്, ഒരു ഫോണും ഉണ്ട്. നമ്മളാണെങ്കിൽ റിസൾട്ട് ഒന്ന് കിട്ടാൻ വേണ്ടിയിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ പോവലാണ്. അവസാനമാണ് എനിക്ക് എൻ്റെ റിസൾട്ട് തന്നെ കിട്ടിയത്. ഞാൻ നല്ലപോലെ ഒന്നും നോക്കിയിട്ടില്ല, പക്ഷേ അറിയാം. ഇങ്ങനൊരു വീഡിയോ എടുക്കാൻ എനിക്ക് യാതൊരു പ്ലാനും ഉണ്ടായിരുന്നില്ല. പ്ലാനല്ല, എനിക്ക് ഒരു മടിയായിരുന്നു, പേടിയായിരുന്നു, അല്ലെങ്കിൽ ആൾക്കാർ എന്നെ ജഡ്ജ് ചെയ്യുമോ എന്നുള്ളതൊക്കെ. പിന്നെ ഞാൻ വിചാരിച്ചു എല്ലാ കാര്യങ്ങളും ഞാൻ അവിടെ ഷെയർ ചെയ്യുന്നുണ്ട്, സോ അതുകൊണ്ട് ഇതും ഷെയർ ചെയ്യാമെന്ന്. ഞാൻ തിരിച്ച് ഡാർക്ക് തീമിലേക്ക് തന്നെ ആക്കിയതെന്ന് വെച്ചാൽ നിങ്ങൾക്ക് കാണാൻ അതാണ് ഓക്കെ എന്ന് തോന്നുന്നു. സോ ഇനി നമുക്ക് റിസൾട്ടിനെ കുറിച്ച് പറയാം. ഇംഗ്ലീഷിൽ എനിക്ക് 100-ൽ 70, ബിസിനസ്സിൽ എനിക്ക് 100-ൽ 100, അക്കൗണ്ടൻസിയിൽ എനിക്ക് 80-ൽ 80, CAയിൽ എനിക്ക് 80-ൽ 78, എക്കണോമിക്സിൽ എനിക്ക് 100-ൽ 100, മലയാളത്തിൽ എനിക്ക് 100-ൽ 100. സോ എല്ലാവർക്കും അറിയുന്നത് പോലെ എനിക്ക് ഇംഗ്ലീഷിലാണ് മാർക്ക് കുറഞ്ഞത്. എനിക്കറിയാമായിരുന്നു എനിക്ക് A+ ഒന്നും ഇംഗ്ലീഷിൽ ഉണ്ടാവില്ല എന്ന്. പക്ഷേ ഇത്രയും മാർക്ക് കുറയുന്നത് ഞാൻ എക്സ്പെക്റ്റ് ചെയ്തിട്ടില്ല. എന്തായാലും എനിക്ക് ഇമ്പ്രൂവ്മെൻറ്റ് ചെയ്യണം. സോ ഞാനൊരു അഡ്വൈസ് വയ്ക്കുകയാണ്. ഞാൻ ഇമ്പ്രൂവ്മെൻറ്റ് ചെയ്യുന്നതിന് മുമ്പേ റീവാലുവേഷന് കൊടുക്കണോ എന്നുള്ളത്. എനിക്ക് തോന്നുന്നുണ്ട് ഒരുപാട് ആൾക്കാർക്ക് ഇംഗ്ലീഷാണ് ഏറ്റവും പ്രശ്നം എന്നുള്ളത്. സയൻസിലാണെങ്കിലും എനിക്ക് തോന്നുന്നു ഇംഗ്ലീഷിനാണ് പല കുട്ടികൾക്കും മാർക്ക് വളരെ കുറഞ്ഞത്. ഇനി എൻ്റെ പെർസെൻറ്റേജ് എത്രയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ 94.29% ആണ് കാണിക്കുന്നത്. സോ എനിക്ക് വേണ്ടി ഞാൻ ചോദിച്ച ചോദ്യത്തിന് മറുപടി കിട്ടുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നുണ്ട്. പിന്നെ നിങ്ങളുടെ റിസൾട്ട് എന്തായി എന്ന് കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. നിങ്ങൾ എക്സ്പെക്റ്റ് ചെയ്ത മാർക്ക് നിങ്ങൾക്ക് കിട്ടിയിട്ടില്ലെങ്കിൽ നമുക്ക് ഇമ്പ്രൂവ്മെൻറ്റ് എക്സാം ഉണ്ട്. പിന്നെ നിങ്ങൾ ഏതെങ്കിലും സബ്ജക്റ്റിനൊക്കെ ഫെയിലാണെങ്കിൽ എക്സാം ഉണ്ട്. നമ്മുടെയൊക്കെ അധ്വാനത്തിനുള്ള റിസൾട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ടെന്ന് നമുക്ക് വിചാരിക്കാം. സോ ബൈ. നിങ്ങൾക്ക് ഇതുപോലത്തെ കാര്യങ്ങൾക്ക് ഇൻട്രസ്റ്റഡ് ആണെങ്കിൽ നിങ്ങൾക്ക് ബെറി ബ്ലഷ് ഉറപ്പായിട്ടും സബ്സ്ക്രൈബ് ചെയ്യാം.
സോ ഒരു 3 ആൾക്കാരും കൂടെ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടെങ്കിൽ എനിക്ക് 600 എന്ന് പറഞ്ഞിട്ടുള്ളൊരു മൈൽ സ്റ്റോൺ കംപ്ലീറ്റ് ചെയ്യാൻ പറ്റും. അതൊരു മൈൽ സ്റ്റോൺ ഒന്നുമല്ല, എന്നിരുന്നാലും ഞാൻ 4.5 ഇയേഴ്സായി വീഡിയോസ് അപ്ലോഡ് ചെയ്യുന്നു. എന്നിട്ട് പോലെ എനിക്ക് 600 സബ്സ്ക്രൈബേഴ്സേ ഉള്ളൂ. പക്ഷേ ഞാൻ സ്റ്റോപ്പ് ചെയ്യാത്തത് അത്ര ആൾക്കാർ ഉണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ടാണ്. എന്താ, ഞാൻ ഒരുപാട് ആഗ്രഹിച്ച് തുടങ്ങിയ ചാനലും കൂടിയാണ്. ഞാൻ വീഡിയോസ് ഇടാത്തത് കൊണ്ടും അല്ല സബ്സ്ക്രൈബേഴ്സ് ഇല്ലാത്തത്. എൻ്റെ ചാനലിപ്പം 400 സംതിങ് വീഡിയോസൊക്കെ ഉണ്ട്. സോ പ്ലീസ് സബ്സ്ക്രൈബ്. ഇതിൻ്റെ ഒരു റിക്വസ്റ്റായിട്ട് നിങ്ങൾ എടുക്കണമെന്നേ ഞാൻ പറയുള്ളൂ. സോ ഇനി അങ്ങോട്ട് മലയാളത്തിൽ വീഡിയോസ് അപ്ലോഡ് ചെയ്യാമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. നിങ്ങളുടെ അഭിപ്രായം കൂടി ഒന്ന് പറയണം. ഞാൻ സ്റ്റഡി വ്ളോഗ്സും ഡെയിലി വ്ളോഗ്സും ആർട്ടും ക്രാഫ്റ്റും ആണ് ഇടുന്നത്. അതിൽ ഏറ്റവും ഇൻട്രസ്റ്റ് ഏതാണെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കത് ചെയ്യാം. കുറച്ച് സോകൾ കൂടി പോയിട്ടുണ്ട്.